സ്വർണ്ണക്കട്ടിയിൽ നിന്നും എങ്ങനെ നമുക്കൊരു സ്വർണ്ണവള ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള ജോൺ ബാംഗിൾസിലേക്കാണ്. എനിക്ക് തോന്നുന്നു മുത്തുണ്ണി ഫസ്റ്റത്തെ മോനായി കാരണം കൊണ്ടായിരിക്കാം അപ്പൻ ഓമനിച്ച് ഇട്ടതായിരിക്കാം ജോൺ. അയ്യോ പിന്നെ ബാക്കിയുള്ളവരുടെ പേരൊക്കെ നല്ല പേര് തന്നെയൊക്കെയാണ് കേട്ടോ. ജോൺ ഫ്രാൻസിസ്, ജിയോ ഫ്രാൻസിസ്, ജിത്ത് ഫ്രാൻസിസ്, അങ്ങനെ 3 പേരാണ് ഉള്ളത്. അപ്പോൾ അതാ സ്വർണ്ണക്കട്ടി കണ്ട. എനിക്ക് ഇത് ഫസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1 കിലോൻ്റെ ആയിരുന്നു തോന്നുന്നുണ്ട്. അത് 1 കിലോൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞല്ല. അപ്പം എനിക്ക് ഞാൻ കൈ കാണിച്ചു. അപ്പം കൈ ഇങ്ങനെ എനിക്ക് ഇട്ടു. എൻ്റെ കൈ ഇങ്ങനെ ഒരു പോക്ക്. സംഭവം ഇത് കാണുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കനുണ്ട്. സ്വർണ്ണം എനിക്ക് തോന്നുന്നു കുറച്ച് മതി, ഭയങ്കര കനമാണ്. ഇത് 100 ഗ്രാമിൻ്റെ കട്ടികളാണ് കേട്ടോ ഇപ്പോൾ. അപ്പം സ്വർണ്ണങ്ങളൊക്കെ അവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് വരാട്ടെ അപ്പാന്ന് പറഞ്ഞ് 2 എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്ക് ബാക്കി കാണാം അല്ലേ. നമ്മൾക്ക് ഉരുക്കാനായിട്ടുള്ള സ്വർണ്ണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ ബാറായിട്ടും വരും, കോയിൻസ് ആയിട്ട് വരും. പിന്നെ ഓൾറെഡി ഉരുക്കിയത് നമ്മൾക്ക് എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും അറിയില്ല കേട്ടോ. അതായത് പല ആൾക്കാർ ജ്വല്ലറി പോയി സ്വർണം കൊടുത്തത് ഉരുക്കി അവര് ആസിഡ് ചെയ്ത് കിട്ടുന്ന സംഭവം ഇങ്ങനെയാണ്. ഇതിപ്പോ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും റിഫൈനറിന്ന് വരുന്ന സാധനമാണ് ഇത്. അല്ലെങ്കിൽ പക്ഷെ ഇത് ലോക്കൽ റിഫൈനറി ഇപ്പൊ ജ്വല്ലറിക്കാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകളിൽ അവര് തന്നെ ഉരുക്കി വരണതിനാണ് ഇങ്ങനെ. അത് കാരണമാണ് ഇവിടെ സീലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. ഓക്കെ. പിന്നെ മലബാർ ഗോൾഡിന്റെ ഒക്കെ ആവുമ്പോ കണ്ട കോയിൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടാം. ഇതെല്ലാം വരുന്നത് 99.9 ഇതിലാണ് വരിക കേട്ടോ. ഇനി അതിന് നമ്മൾക്ക് ജ്വല്ലറിന്ന് കിട്ടുമ്പോ 916 ആയിട്ടാണ് കിട്ടുക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് അപ്പം പറഞ്ഞല്ലോ. അതെങ്ങനെയാ വരുന്നത്? കടയിൽ നിന്ന് കിട്ടുന്നത് 99, 50 അല്ലെങ്കിൽ 99, 90 എന്ന തങ്കമാണ് വരിക. അതിനുശേഷം ഞങ്ങൾ അതിൽ 916 ആവാൻ വേണ്ടി എത്ര കോപ്പർ അല്ലെങ്കിൽ സിങ്ക് എത്ര വെക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുള്ള കോപ്പർ വെച്ചിട്ട് മെൽറ്റ് ചെയ്യും. അതിനെയാണ് 916 ആക്കിയിട്ട് പിന്നീട് നമ്മളത് ആഭരണം നിർമ്മാണത്തിന് കൊണ്ടുപോകും. ഇപ്പൊ 916 ഉള്ള കാരണം കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ സ്വർണ്ണം അതിൽ വെക്കൂലേ? കാരണം 91.7 ഞങ്ങൾ മെൽറ്റ് ചെയ്യുക. 91.7 മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഹോൾ മാർക്കിങ് പക്കയായിരിക്കും. 91.6 കിട്ടിയാൽ മതി. പക്ഷെ എന്നാലും നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ 91.7 വെച്ചാൽ ഹോൾ മാർക്ക് അത്രയും പക്കയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പോയിന്റ് കൂട്ടി. അത് ഹോൾമാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 916 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾമാർക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് വീണ്ടും കുറെ പണി വീണ്ടും ചെയ്യാനുണ്ട്. മെൽറ്റ് വീണ്ടും അത് റീമേക്ക് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്യണം. പിന്നെ ലാബറിന്റെ നഷ്ടം. പണ്ട് അപ്പനെ ടച്ച് വയ്ക്കാനൊക്കെ മുത്തുണി സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്റെ പ്രൊജക്ട് അതായിരുന്നു, കാൽക്കുലേഷന്റെ സോഫ്റ്റ്വെയർ. അതായത് എത്ര സിങ്ക് എത്ര കോപ്പർ അതൊക്കെ ചേർക്കണം. 999 916 ആക്കാനുള്ള കാൽക്കുലേഷന്റെ സോഫ്റ്റ്വെയർ അതായിരുന്നു എന്റെ പ്രൊജക്ട്. സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മുത്തുണി. അത് ജോൺ ബാംഗിൾസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സ്വർണ്ണങ്ങൾ ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്വല്ലറീസിൽ നിന്ന് വരുന്ന ഓർഡേഴ്സ് അനുസരിച്ച് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം നമുക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് നമ്മൾ കുറച്ച് വളകൾ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇവർ മാസ് സ്കെയിലിൽ ഉണ്ടാക്കും, പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. സ്വർണത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ ഈ സ്വർണ്ണം മെൽറ്റ് ചെയ്യുന്നത് 1100 ഡിഗ്രി വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു മെഷീൻ ആ സ്വർണ്ണം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ കറിയൊക്കെ ഇളക്കില്ലേ, അതേപോലെ ഇളക്കി കൊടുക്കണം. കാരണം എല്ലാതും നന്നായിട്ട് ഉരുകി വരണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ള ഒരു കാർബൻ്റെ തണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ജോബിച്ചേട്ടത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എല്ലാവരുടെയും ഒരേപോലെ ഉരുകിയാലാണ് നമ്മൾക്ക് ഓർണമെന്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ തിളച്ച് വരുന്ന സ്വർണ്ണത്തെ ഇവർ ഈ പാത്തി എന്നാണ് പറയുക. ഈ പാത്തിയിൽ ഒഴിച്ചിട്ട് അതിനൊരു സ്റ്റിക്കാക്കി മാറ്റിയെടുക്കും.
ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണം കൊണ്ടുവരുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ മേത്ത് പോയാലും ഭയങ്കരമായിട്ട് പൊള്ളും. കാരണം 1000 ഡിഗ്രിക്ക് മേലെയാണ് ഈ സ്വർണ്ണം ഇപ്പം മെൽറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ താഴെ പോയാലും പ്രശ്നമാണ്. കാരണം നമ്മുടെ സ്വർണ്ണം ആകെ താഴെയും പോവും. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു വട്ടം പാത്തിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു മെഷീനിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് അപ്പൊ അതിലിടുമ്പയ്ക്കും തണക്കൂലേ? തണുത്തു. തണുത്തു, പെട്ടെന്ന് തണുത്തു. ഇതിന് വെയിറ്റ് നോക്കാൻ പോണതിന്റെ കുരിക്കന്റെ. ഉരുക്കി കഴിഞ്ഞിട്ടുള്ളത് വെയിറ്റ്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോബിയേട്ടൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബിയേട്ടന്റെ വർക്ക് കഴിയുമ്പോൾ എങ്ങനെയാണോ കിട്ടിയത് അത് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. അപ്പൊ ജോബിയേട്ടൻ ആളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. ഉരുക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കട്ടിയാണ്. ഇനി അതിൽ കമ്പി മെഷീനിൽ വെച്ച് തകിടാക്കി കൊണ്ടുവരണം വളക്കി. അതിലാണ് ഉരുക്കി കുറവ് കഴിഞ്ഞിട്ട് വരും. ഉരുക്ക് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് നമുക്ക് തന്ന വെയിറ്റ് ചെയ്യുന്ന ഇത്ര മില്ലി കുറയും. ഓക്കെ നമ്മള് വെള്ളം ആവിയായി പോകുന്ന പോലെ. അതെ. ഇനി ആ കട്ടി ഇതിലേക്ക് വെച്ച് അതിൽ തകിടാക്കണോ. നമ്മള് റബ്ബർ ഷീറ്റിനൊക്കെ പണ്ട് ചെയ്യുന്ന അത് തന്നെ തകിടിന്റെ തന്നെ. അത് ഓരോ വളയ്ക്ക് അതിൻ്റെതായ ലെങ്ത് എടുത്തിട്ട് പിടിച്ചിടണം. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോ ഈ ഇതായിരുന്നു ചെയ്തോണ്ടിരുന്നേന്ന് തോന്നുന്നുണ്ട്. അതിൽ രണ്ടിനും വേണം. 2 പ്രോസസ്. തകിട് വെച്ചിട്ട് ഇതില് ഒതുക്കാന്ന് പറയണ്ടേ സൈഡ്. തകിട് ഓരോ വീതികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ വളയ്ക്ക് ഓരോ വീതികൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് തകിടയിൽ ഒതുക്കും. അപ്പൊ ഇങ്ങനെ ഇരുന്നിരുന്ന തകിടിനെ നമ്മള് ഇങ്ങനെ ആക്കി എടുത്തു. അതെ. ഇനി അതിൽ കാച്ച് അതിൽ തകിട് ഇതിന്റെ ടെമ്പർ കുറച്ച് പിന്നെ ഓരോ വളയ്ക്കുള്ള പീസുകൾ പിടിച്ചു മുറിക്കണം. ടെമ്പർ കുറച്ച് പിന്നെ അതിൽ തകിടിൽ വെക്കണം. എനിക്ക് കൊണ്ടിരിക്കണം. അതായത് പൊൻകാരം എന്ന് പറയാല് കട്ടക്കാരം. അത് തേച്ചാലാണ് മിനുങ്ങുള്ളൂ, സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ തകിട്. അപ്പൊ പിടിക്കാനും സൗകര്യമാണ്. ടെമ്പർ കുറയും. ആ തകിടിനനുസരിച്ച് അതിൽ ഓരോ വളയ്ക്കുള്ളൊരു കട്ട് ചെയ്ത് മുറിക്കണം. അത് നമ്മൾ നേരത്തെ കണ്ട ആ തകിടിനെ കണ്ടോ ഈ ഒരു മെഷീനിൽ കൂടെ കടത്തിവിട്ട് ഇതേപോലെ വലിയൊരു സ്ട്രിങ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇതിന് ഓരോ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇത് പൈപ്പിലേക്കുള്ള ഇത് സെറ്റ് ചെയ്യണം. ഓരോ അളവിനുള്ള ഓരോ വളക്കി. ഇതിപ്പോൾ 3 വളരെ പീസാണ് ഇപ്പോൾ പിടിച്ചത്. അത് 8 ഗ്രാമിലൊരു 3 പീസ്. അപ്പോൾ അതിലേക്കുള്ള പൈപ്പിൻ്റെ ഇതാണ് 8 ഗ്രാമിൻ്റെ 1 പവൻ്റെയുള്ള വീതിയാണ്. പോളിച്ചയിലേക്കുള്ള പിടിച്ചു വരുന്നു. വട്ട ഇതിൽ റോളായിട്ട് വരും. സ്പ്രിങ് മാതിരി വരും. അത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇത് ഓരോ പീസുകളാക്കണത്. അതെ. വട്ടം മുന്നേ അറിഞ്ഞിട്ട് നമ്മൾ ആ തകിട് പിടിച്ചിട്ടാണ് അതിൽ സ്കെയില് കറക്റ്റാക്കി എടുക്കണം. വെയിറ്റിൻ്റെ ഇതും കറക്റ്റാക്കി എടുത്തിട്ട് ഇതിൽ പിന്നെ തകിട് പിടിച്ചു കഴിഞ്ഞുള്ള പൈപ്പിൽ പിടിക്കണം. ഇനി റോളായി വരുന്ന സാധനം കട്ട് ചെയ്തിട്ടാണ് ഒറ്റ പീസായിട്ട് മുറിച്ച് ഓരോ പീസുകൾ എടുക്കണം. ഓരോ അളവിനനുസരിച്ച്. 8 ഗ്രാമിൻ്റെ ഡൈയിലേക്ക് അതിൻ്റെ റോളിന് ഓരോ ഇതിനും വെയിറ്റിനനുസരിച്ചുള്ള ഓരോ റോളുകളുണ്ട്. അതിന് ഡൈയും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഡൈ. 8 ഗ്രാമിൻ്റെ ഇപ്പോൾ പിടിക്കും 1 പവൻ്റെ വീതിയിലേക്ക്. ഇപ്പോൾ ഈ തകിട് ഇതിലേക്ക് ഇവിടെ പുറത്തേക്ക് തട്ട് കയറ്റിയിട്ട് കുറച്ച് വലുതായിട്ട് സ്ക്വയറായിട്ട് കിട്ടും. ആ സ്ക്വയറാണ് ഇതിൽ കൂടെ റോളിലേക്ക് ആക്കണം. അത് മോട്ടർ വലിച്ച് തന്നെ ഇത് റോളാക്കും. തകിടിൻ്റെ ലെങ്ത് കഴിഞ്ഞു. അപ്പം ഇത് മൊത്തം റോളായി. ഇനി അത് നമ്മൾ ഇവിടുത്തെ തലഭാഗം അഴിച്ചാൽ ടൈറ്റ് ലൂസാക്കണം. ഊരിയെടുക്കണം. അപ്പോൾ റോളായി. തകിടുള്ളത് ഇപ്പോൾ പൈപ്പായി. പൈപ്പിൻ്റെ റോള് സ്ക്വയർ പൈപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യണത്. റൗണ്ടൊക്കെ ചെയ്യും. റൗണ്ട് പൈപ്പൊക്കെ ഓർഡറിനനുസരിച്ച്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പായി. ഉള്ളൊക്കെ ഇങ്ങനത്തെ സെറ്റായി. ആ തകിടാണ്. ഇനി ഇത് കാച്ചി നമ്മൾ ഏതളവിനനുസരിച്ച് വീണ്ടും കാച്ചും. ഇത് കാച്ചണത് കുറെ ടെമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാ. ചിലയിടത്ത് ടെമ്പർ ആവശ്യമുണ്ട്. അപ്പൊ ചിലത് ടെമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് മുറിച്ചാൽ കിട്ടുള്ളൂ. അത് ചെറുതാക്കണം, ചിലപ്പോൾ വലുതാക്കേണ്ടി വരും. പിന്നെ ഈ ഓയിലും സാധനങ്ങൾ കത്തി പോവും. ഓയിൽ കത്തി.
ഓയിൽ കത്തി കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൂടുതലും അത് കാച്ചണത്. ഓക്കെ രണ്ടും ഉണ്ട്. ഓക്കെ ജയിച്ചത് കാച്ചിൻ്റെ ചേച്ചിയാണ് അത് കാച്ചിയത്. ഇനി ചൂടാറിയിട്ട് വേണം ഇത് ഓരോ പീസുകൾ കട്ട് ചെയ്യാനായി. ശരിക്കും അല്ല ഇത് ചുരുങ്ങിയ വീഡിയോയിലാണ് ചെയ്യണത്. ഇത് ഒരുപാട് ഇതുകൾ ചെയ്യാണ്ട് ഇതില് കൊറേ വളകൾ പണിയാനുണ്ട്. ഇതിന് നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ അതെ ലെങ്ത് ഈ തകിടിനനുസരിച്ച് വളക്കനുസരിച്ച് ലെങ്ത് വരും. അതാണ് ഓരോ പീസുകൾ 10, 15, 20 വള പീസ് മുറിച്ചുണ്ടാക്കണം. ഇതിപ്പോ 4 പീസ് 5 പീസ് ഉണ്ടാവുള്ളൂ. കൂടി ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വർക്ക് ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അപ്പം പറഞ്ഞു പെട്ടെന്ന് ഒരു 3-4 നമുക്കൊന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ കാണാലോ. അതിന് വേണ്ടിയിട്ടാണ്. അതെ ഇവർക്ക് ഇരട്ടിപ്പണിയാണ് ശരിക്കും. ഞങ്ങൾ ഈ ചില്ലറ വിളകൾ വരുമ്പോൾ ഇതവരെ പിടിക്കണം. ഇതിന്റെ അളവിന്റെ ഓരോ സൈസുകളാണ്. ഇതിന്റെ ഓരോ അളവിലുള്ള ഓരോ സൈസിനുള്ള ഇതാണ്. ഇതിൽ വെച്ചിട്ടാണ് ഇത് സാധനം മുറിച്ചിട്ട് ഇതിപ്പോൾ ഇപ്പോൾ പിടിക്കുമ്പോൾ ജോയിന്റ് കട്ട ഇതാവില്ല. അതിന് ശേഷമാണ് സോൾഡർ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 2:1 അളവാണ് ഇപ്പോൾ ഈ വള. അപ്പോൾ അതിലിപ്പോൾ 2:1 അളവിൽ ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പീസ്. ഇവിടെയാണ് നമ്മൾ വളകൾ മുറിക്കുന്നതും ഇത് സോൾഡറിങ്. ഓക്കെ ഇതിപ്പോൾ ഒരാളവരനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ തല കട്ട് ചെയ്യണം. ഇതിലാണ് ശരിക്കും ഈ സ്വർണ്ണത്തരിയൊക്കെ ഇതിൽ പൊടികൾ വീഴും. അതിൻ്റെ പൊടികൾ വീഴും. എല്ലാ സൈസ് ഇത് അത് ലാസ്റ്റ് ഉരുക്കാണ് ചെയ്യുക. പേപ്പറില്ല അതെടുത്ത് ഈ പൊടികൾ അടിച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റ് ആ പൊടി തന്നെ ഉരുക്കും. ഇതാണ് ഇപ്പോൾ ഒരൊറ്റ പീസായിട്ടുള്ളത് 2:1 അളവിൽ. ഒരു 3 പീസ് ഇപ്പോൾ മുറിക്കാൻ വേണ്ടി വെയിറ്റ് ഏകദേശം ഇവിടെ വരെ വർക്ക് ചെയ്തിരിക്കുന്ന വളകളാണ്. അപ്പോൾ ചെയ്ത് വെയിറ്റ് എന്തെങ്കിലും ചെയ്യുന്നത്. ഇത് അതെ റേറ്റ് അല്ല ഇതിന്റെ റേറ്റ് വ്യത്യാസം. ഓരോ വളകൾ ഇത്ര തൂക്കം എന്ന് പറയല്ലോ. മില്ല് കൂടി കഴിഞ്ഞാൽ ഭയങ്കര പൈസയായി. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ഇഷ്ടാവില്ലല്ലോ. ലെവല് അതില് കോട്ടം ചെറിയ ബെൻഡ് മാതിരി ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഇനിയിപ്പോ മുറിച്ച വളകളാണ് നമ്മൾ അതിലേക്ക് ഈ സിങ്ക് സോൾഡർ ചെയ്യുന്ന ഇതാണ്. അത് തകിട് അതിന്റെ ഉള്ളില് ചെറിയ ഇതിന്റെ സോൾഡറിങ്ങിന്റെ ഇത് വാറിങ്ങനെ ചെറിയ രീതിയിൽ വെട്ടി അതിന്റെ ഉള്ളിൽ കൂടെ അവിടെ ജോയിന്റ് ഉണ്ട് തകിടിന്. വള വന്ന് സ്ക്വയർ ആയിട്ട് വന്ന് നിൽക്കണോടത്ത് ജോയിന്റ് ആണ്. അപ്പൊ അത് മൊത്തത്തിൽ അത് സോൾഡറിങ് ആവണം. അപ്പൊ അത് ഈ വളയുടെ അളവിന് ഈ നീളത്തിൽ ഇങ്ങനെ പീസുകളാക്കി വെട്ടും. ആ ലെങ്ത് അനുസരിച്ച് ഉള്ളി കൂടെ കോർക്കും. ഇത് അതിൽ കൂടെ കയറ്റാനുള്ള തകിട് കയറ്റുന്നു. അത് അതിന്റെ ഉള്ളിൽ കൂടെ കോർത്ത് വലിക്കാൻ വേണ്ടി ആ തകിടാണ് വരിക. അത് കനം കുറവിലുള്ളതാണ്. അത് നേരിട്ട് കയറില്ല, വളഞ്ഞിരിക്കും. ഇതിന്റെ അറ്റത്ത് നമ്മളാ കോർക്കും. ഇത് സിങ്കിന്റെ തല മടക്കിയിട്ട് വലിക്കും. അതിന്റെ ഉള്ളിൽ കോർത്തെടുക്കും. ഇവര് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇവരിന്നും ചെയ്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പിന്നാലെ എത്താൻ പറ്റുന്നില്ല. ഇതെന്തൊരു സാധനം? ഇതാണ് സോൾഡറിങ്. ഇതിലിട്ട് വളയിലിട്ടതിന് ശേഷമാണ് അത് വിളക്ക് പിടിക്കുള്ളൂ. സോൾഡർ ചെയ്യുമ്പോൾ പിടിക്കുന്നത് അത് നേരിട്ട് കയറ്റി കഴിഞ്ഞാൽ പിടിക്കില്ല. അപ്പൊ അതിനുള്ളൊരു വാട്ടറാണ് സോൾഡറിങ് വാട്ടർ. ജോയിന്റ് പിടിച്ചു വരണമെങ്കിൽ ഈ വാട്ടറിൽ ഇടണം. ഈ ഹീറ്റിൽ അതിൽ മെൽറ്റ് ആവും സോൾഡറിങ്. അത് ശരിക്കും സോൾഡറിങ് പിടിക്കും. അതാണ് ആ തകിട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്നറി കൂടെ കയറ്റി. ഇതിന്റെ തലഭാരണ്ട് ജോയിന്റ് ഒറ്റ ഇതില് സോൾഡറിൽ നിൽക്കണ പീസാണ് മൊത്തത്തില് പിടിച്ചിട്ടുള്ള അതിന്റെ. ഇനി ഇതിന്റെ ഇത് രണ്ടും കൂടി ജോയിന്റ് ഒറ്റ ജോയിന്റ് വളയ്ക്കുള്ള ജോയിന്റ്. തെറ്റി നിൽക്കുന്നത് ഒന്നിപ്പിക്കണം. അതെ ഒന്നിപ്പിക്കണം. കറക്റ്റ് ഇതാക്കി മതി. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളയുടെ 2 ഭാഗങ്ങളും കൂടി കൂട്ടി യോജിപ്പിക്കുന്നതാണ് കേട്ടോ.
ഈ കാര്യമൊക്കെ വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് സ്വർണ്ണവളയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പോകുമ്പോൾ അത്ര പെർഫെക്ഷനുള്ള വളകൾ മാത്രമാണ് എടുക്കുള്ളൂ. സോ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. സോ അത്ര കെയർ കൊടുത്തിട്ട് വേണം ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. പിടിച്ചതിൻ്റെ സോൾഡർ ചെയ്ത ഭാഗം ഞാൻ അതിൻ്റെ രാവി കളയണം. ഓക്കെ ഓക്കെ. ആ പുറമേ അതിൻ്റെ സോൾഡർ ചെയ്തതിൻ്റെ തടിപ്പൊക്കെ നിൽക്കുന്നുണ്ട് കൂടെ, അത് രാവി. ഈ സ്ക്രാച്ച് ഒക്കെ നമ്മൾ കളർ എടുക്കുമ്പോൾ പോവായിരിക്കും. കുറെ ഇതിൽ അതിന് കളർ വരും, ആസിഡിലിടും കഴിഞ്ഞിട്ട് ലാസ്റ്റ്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ കളറുകളും ഇതൊക്കെ പോവും. പിന്നെ കട്ട് ചെയ്ത് വരുമ്പോൾ സ്ക്രാച്ചൊക്കെ പോവും. ഇനി ഉള്ളിൽ മോൾ ഭാഗം കട്ടിങ് ഒക്കെ വരുമ്പോൾ ജോയിന്റ് കാണില്ല. അങ്ങനെ വളരെ ഷേപ്പിലേക്ക് ഇപ്പൊ വളയായി. ഇനി അതിലേക്ക് അളവിലേക്ക് അടിച്ചിട്ടില്ല. ജസേച്ചി കറക്റ്റ് ഇട്ടു ആ സൈസിനുള്ള കൊണ്ട്. ഓക്കെ. ഓരോ വളയ്ക്ക് ഇത് ഊരി ഇടണം. ജോബിയാന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പൊ വള ഷനോജാന്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. കട്ടിങ്ങിന്റെ പോണ മെഷീൻ കട്ടിങ്. ഇത് വള അവിടെ സെറ്റ് ചെയ്യാനുള്ള കൊള്ളറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ വള ഇറങ്ങാണ്ട് ഇരിക്കണം അവിടെ. നമ്മള് മിഷീന്റെ സാധനങ്ങൾ തിരിക്കുമ്പോൾ മാത്രമേ വള തിരിയാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇറങ്ങാൻ പാടില്ല. അതിനുള്ള പല അളവിനും പല സാധനങ്ങളുണ്ട്. കോൾട്ട് എന്ന് പറയും. കോൾട്ട് കാർബൺ കല്ലുള്ള ടൂളാണ്. നമ്മളെ വളക്കി കട്ട് ചെയ്യാനുള്ള ടൂള് ശരിക്കും ഇതിന്റെ മുകളിൽ ഡയമണ്ട് കല്ലാണ്, വൈരക്കല്ലാണ് വെച്ചാണ്. അത് പോളിഷ് ആയിട്ട് വരിക. നമുക്ക് ഇതൊരു മഞ്ഞ കളറായിട്ട് വരിക. ഈ മഞ്ഞ കളർ കളർ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഈ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ സെപ്പറേറ്റ് കാണും അത്. അപ്പൊ ഈ മില്ലർ അടിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ അടിക്കാൻ പോകുന്നത്. ശരിക്കും സേഫ്റ്റി ഗ്ലാസ് വെക്കണം അല്ലേ? അല്ലെങ്കിൽ കണ്ടിക്ക് പോകും. ഇതെനിക്ക് ഷോർട്ട് സൈറ്റ് ഇല്ല കേട്ടോ ശരിക്കും. ശരിക്കും വെക്കണം, ഒരു പ്ലെയിൻ ഗ്ലാസ് എന്തെങ്കിലും വെക്കണം കാഴ്ചയുള്ളവർ. കളർ എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ടൂള് മാറ്റിയിട്ടില്ല, മാറ്റുമ്പോ ഇനി നമ്മള് ഡയമണ്ട് കട്ടിങ് ഉള്ളത് അല്ലേ? അതന്നെ ഒരു ഡിസൈൻ ഉള്ളൂട്ടോ. സിമ്പിൾ ഡിസൈൻ പഠിക്കും. ഓർഡറാണ്. അതന്നെ ഓരോ ഡിസൈൻ ഓരോ പേരുണ്ട്. അപ്പൊ അത് പറയുമ്പോ തന്നെ അടിച്ചെടുക്കും. ആദ്യം നമ്മൾ കാർബൺ കട്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജെസേച്ചി കളർ എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡയമണ്ട് കട്ട് അടിച്ചു. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വളയ്ക്ക് 2 കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ടെക്നോളജികൾ യൂസ് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് ശരിക്കും 2 കളർ 3 കളറൊക്കെ നമുക്ക് വളയുമ്പോൾ തോന്നുന്നത് കേട്ടോ. പിന്നെ ഉള്ളിലും അതേപോലെ തന്നെ ചെയ്യണം, പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിനും ഫിനിഷിങ് കൊടുക്കണം. ഇപ്പം ഏകദേശം ആ വളയുടെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ശരിക്കും ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വളയുടെ രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഒരു സ്വർണ്ണക്കട്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ബിസ്ക്കറ്റും കോയിൻസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 3 വളയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ കസ്റ്റമർ പറഞ്ഞിട്ട് ജ്വല്ലറിയിൽ നിന്ന് വരുന്നതാണ് അല്ലേ? കസ്റ്റമർ ഓർഡറാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ഓരോ ഡിസൈൻ ഏതാ വേണ്ടത് എന്നുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ഇവിടെ പലതരം ഡിസൈനുകളുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇതിനെ പറയുന്നത് ബോക്സ് ഡിസൈൻ അല്ലേ? അപ്പോൾ ബോക്സ് ഡിസൈനാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ബൈ. താങ്ക് യു. എല്ലാ സഹകരിച്ചവരെല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം, വീട്ടിൽ പോവാം.